എല്ലാവർക്കും എ ടു സെഡ് ലേണേഴ്സ് ഫോറം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോറി അല്ലെങ്കിൽ ക്ഷമിക്കണം എന്ന ഇംഗ്ലീഷിൽ ഏതൊക്കെ രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം മലയാളത്തിലാണെങ്കിൽ നമ്മൾ വളരെ താഴ്മയോടുകൂടി പറയും, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇംഗ്ലീഷിൽ സാഹചര്യത്തിനനുസരിച്ച് പല രീതികളിൽ ക്ഷമിക്കണം എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ചില പദങ്ങളാണ്. ഒന്ന്, ഐ ആം സോറി. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എന്നോട് ക്ഷമിക്കണം, ഐ ആം സോറി. രണ്ടാമത്, നമ്മൾ ചെയ്ത കുറ്റത്തിൻ്റെ കാഠിന്യം ഇത്തിരി കൂടുതലാണെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ പറ്റും? ഐ എം എക്സ്ട്രീംലി സോറി. കണ്ടോ, ഐ എം സോറി എന്നല്ല, ഐ എം എക്സ്ട്രീംലി സോറി. ഓക്കെ, സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഓർക്കണം. എല്ലാ സാഹചര്യത്തിലും ഐ ആം സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യം ലേശം കൂടുതലാണെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ ആം എക്സ്ട്രീംലി സോറി. 3, ഐ ആം സിൻസിയർലി സോറി. ഓക്കെ, നമ്മൾ കുറ്റമേറ്റ് പറയുക എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. വേറൊരു നിവൃത്തി കഴിഞ്ഞാൽ ഐ ആം സിൻസിയർലി സോറി. കണ്ടോ, സാഹചര്യത്തിനനുസരിച്ച് എഗെയിൻ സിറ്റുവേഷനാണ്, സർക്കംസ്റ്റാൻസസ്. നാലാമത്, ഐ അപ്പോളജൈസ് അല്ലെങ്കിൽ മൈ അപ്പോളജീസ്. കണ്ടോ, ഇപ്പം നമ്മൾ ഫോർമലായിട്ടൊരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്തതായിട്ടൊരു ഇത് കണ്ടുമുട്ടുമ്പോൾ നമ്മളത് റിയലൈസ് ചെയ്ത് നമ്മളത് മനസ്സിലാക്കി എഴുന്നേറ്റ് പറയാം, ഐ അപ്പോളജൈസ് ഫോർ ദ സെയിം. കണ്ടോ, ഐ അപ്പോളജൈസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം സോറി, മൈ അപ്പോളജീസ്. കണ്ടോ, നമ്മൾ തെറ്റ് ചെയ്തു. കണ്ടോ, അടുത്ത് എങ്ങനെ പറയാം? ഇറ്റ്സ് ഓൾ മൈ ഫോൾട്ട്. ഇതും ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഭാഗത്തു നിന്ന്, ഞാനൊരു ടീമിൻ്റെ ക്യാപ്റ്റനാണെന്ന് ഇരിക്കട്ടെ, ആസ് എ ക്യാപ്റ്റൻ ഞാനെടുത്ത ചില തീരുമാനങ്ങൾ വളരെ തെറ്റായിട്ട് പോയി. അപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ് ഇറ്റ്സ് ഓൾ മൈ ഫോൾട്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇറ്റ്സ് ഓൾ മൈ ഫോൾട്ട് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അത്തരത്തിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അടുത്ത് ഫൊർഗീവ് മീ. ഓക്കെ, ഇപ്പം നമ്മുടെ പിതാവിനോടൊരു ചെറിയ തെറ്റ് ചെയ്തു വന്നിരിക്കട്ടെ, നമ്മൾ അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ചിട്ട് ഫൊർഗീവ് മീ എന്ന് നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, എഗെയിൻ സിറ്റുവേഷനാണ്. ഓക്കെ, അടുത്തത് പാർഡൻ ഓർ പാർഡൻ മീ, ഐ ബെഗ് യുവർ പാർഡൻ. ഇത് മൂന്നും ഐ ആം സോറിക്ക് പകരം ക്ഷമിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ സാഹചര്യം. ഇപ്പം പാർഡൻ എന്ന് പറയുമ്പോൾ ഒരു സാഹചര്യം ഞാൻ പറയാം. നമ്മളൊരു കാര്യം രണ്ട് രീതിയിൽ പാർഡൻ ഉപയോഗിക്കാം. ക്ഷമിക്കുക എന്നർത്ഥമുണ്ട്. വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് കൃത്യമായിട്ട് കേട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പാർഡൻ അല്ലെങ്കിൽ പാർഡൻ മീ. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം സോറി, ഐ ഡിഡ്ന്റ് ഹിയർ യു. ഓക്കെ, ഇനി നമുക്ക് ഐ ബെഗ് യുവർ പാർഡൻ. ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഐ ആം സോറി, ഐ ഗോട്ട് എ ലിറ്റിൽ ലേറ്റ്. അപ്പോൾ എന്താണ് ഇവിടെ സാഹചര്യം? ഞാൻ ഇത്തിരി താമസിച്ചു പോയി, അതുകൊണ്ട് എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഐ ആം സോറി, ഐ കുഡിൻറ്റ് കം ഫോർ ദ ഫങ്ഷൻ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഫങ്ഷന് വരാനായിട്ട് കഴിഞ്ഞില്ല. കണ്ടോ, അടുത്തത് ഐ റിക്വസ്റ്റ് യു ടു കൺവേ മൈ അപ്പോളജീസ്. ആർക്ക്? ഓക്കെ, ഒരാളോട് നമ്മൾ പറയാണ്, എൻ്റെ ക്ഷമാപണം നിങ്ങൾ എന്ത് ചെയ്യണം? അറിയിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഓർ പ്ലീസ് കൺവേ മൈ അപ്പോളജീസ്. രണ്ട് രീതിയിലും നമുക്ക് പറയാം. ഓക്കെ, ഇനി ഐ ആം സോറി, ഐ കുഡിൻറ്റ് മേക്ക് ഇറ്റ് ഓൺ ടൈം. എന്നോട് ക്ഷമിക്കണം, എനിക്ക് സമയത്തെത്താനായിട്ട് കഴിഞ്ഞില്ല. കണ്ടോ, ഐ ബെഗ് യുവർ പാർഡൻ, I didn't realize this was your chair. ഇതിനൊരു എക്സാമ്പിൾ, ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കി. നമ്മളൊരു ഫംഗ്ഷന്, ഒരു മീറ്റിങ്ങിനോ ഫംഗ്ഷന് പോയിരിക്കുകയായിരുന്നു.
നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയർ ഇട്ടിരിക്കുകയാണെന്ന്. നമ്മളൊരു ചെയറിൽ കയറിയിരുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ഓണർ വന്നിട്ട് പറയാണ്, എഴുന്നേൽക്കാനായിട്ട് പറയുമ്പോൾ ആണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ചെയർ ആയിരുന്നു എന്ന്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് പറയാം, ഐ ബെഗ് യുവർ പാർഡൺ, ഐ ഡിഡ്ന്റ് റിയലൈസ് ദിസ് വാസ് യുവർ ചെയർ. എന്നോട് ക്ഷമിക്കണം, ഞാൻ മനസ്സിലാക്കിയില്ല ഇത് അങ്ങയുടെ ചെയർ ആണ് എന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഐ ആം സോറി, I got a little late. Okay, I am sorry, I couldn't come for the function. I request you to convey my apologies, or please convey my apologies. Okay, I am sorry, I couldn't make it on time. I beg your pardon, I didn't realize this was your chair. ഇത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. ഇനി നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ തന്നെ ഓണായിട്ട് ചില സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നല്ല കുറച്ച് ഇതുപോലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയമേ ഉണ്ടാക്കി നോക്കണം, അല്ലെങ്കിൽ പറഞ്ഞു നോക്കണം. ഇത് നിങ്ങൾ 1-2 തവണ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയും. അത് അങ്ങനെ പതിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഇത് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. So thank you so much for watching this video.